Today we will be discussing taxonomic hierarchy. What you mean by a taxonomic hierarchy? It is the orderly arrangement of organisms in a graded series of progressively higher and complex category. റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളതാണ് ഒരു ടാക്സോണമിക് ഹൈറാർക്കി എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓർഡർലി അറേഞ്ച് ചെയ്യുക ഓർഗാനിസത്തിനെ ഇൻ എ ഗ്രേഡഡ് സീരീസ് ഓഫ് പ്രോഗ്രസീവ്ലി ഹയർ ആൻഡ് കോംപ്ലക്സ് കാറ്റഗറി. താഴ്ന്ന് മുകളിലേക്ക് പോകുന്തോറും കാറ്റഗറി എന്താവുകയാണ്? കോംപ്ലക്സ് ആയിട്ട് മാറുകയാണ്. സോ ഇങ്ങനെ ഓർഡർലി ഓർഗാനിസത്തിനെ ഒരു ഗ്രേഡഡ് സീരീസിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് taxonomic hierarchy എന്ന് പറയാം. Or simply, it is the arrangement of organism in an ascending scale. And the purpose of taxonomic hierarchy is the elucidation of the similarities and interrelationship of organisms. Organismത്തിന്റെ അതിന്റെ സിമിലാരിറ്റീസിന്റെയും ഇന്റർറിലേഷൻഷിപ്പിന്റെയും ബേസിൽ ഗ്രൂപ്പിംഗ് ചെയ്താൽ മാത്രമാണ് ഇങ്ങനൊരു ടാക്സോണമിക് ഹൈറാർക്കിയിൽ നമുക്ക് അതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുക. So the purpose of taxonomic hierarchy is the elucidation of similarities and interrelationship of organisms. Then, members of a species are genetically similar and genealogically very close to each other, so they closely resemble each other. And degree of resemblance progressively decreases from lower to higher taxa. ആ സെന്റൻസ് ഒരു പ്രാവശ്യം കൂടി വായിക്കണം. മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ്. മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്പീഷീസ് ഹിബിസ്കസ് റോസ സൈനൻസിസ് ആണ് എന്ന് വിചാരിക്കാം. നമ്മളെ കയ്യിൽ ഹിബിസ്കസ് റോസ സൈനൻസിസിന്റെ 5 പ്ലാന്റ്സ് ഉണ്ട്. അതായത് ചെമ്പരത്തിന്റെ 5 പ്ലാന്റ്സിനെ നമ്മളിങ്ങനെ അടുത്തടുത്തായിട്ട് കുഴിച്ചിട്ടിട്ടുണ്ട്. സോ ഈ 5 പ്ലാന്റ്സ് എന്താണ്? ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസിൽ ഉൾപ്പെടുന്ന 5 ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ആണ്. 5ഉം ഹിബിസ്കസ് റോസ സൈനൻസിസ് പ്ലാന്റ് ആണ്. സോ ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസിലെ 5 ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ആണത്. ഒന്നും കൂടി മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മളെല്ലാവരും ഹോമോസാപ്പിയൻസ് ആണ്. നമ്മളുടെ ബൈനോമിയൽ ഹോമോസാപ്പിയൻസ് ആണ്. മനുഷ്യരോരോരുത്തരും ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസിലെ ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ആണ്. സോ ഓരോ ചെമ്പരത്തിയും ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഓർഗാനിസം ആണ്. സോ ഇങ്ങനത്തെ ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ആർ ജനറ്റിക്കലി സിമിലർ ആൻഡ് ജീനിയോളജിക്കലി വെരി ക്ലോസ് ടു ഈച്ച് അതർ. നമ്മളെ അല്ലെങ്കിൽ ഹിബിസ്കസ് റോസ സൈനൻസിസിലെ ഇൻഡിവിജ്വൽസിനെ പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്പീഷീസിന്റെയും ക്രോമസോം നമ്പർ സെയിം ആയിരിക്കും. അതുപോലെ അതിന്റെ ജീൻസ്, അങ്ങനെ ഒരുപാട് സിമിലാരിറ്റീസ് ആ പ്ലാന്റ്സിന് ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ അത് ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസിലെ മെമ്പേഴ്സ് ആയിട്ടുള്ളത്. സോ ദേ ആർ ജനറ്റിക്കലി സിമിലർ ആൻഡ് ജീനിയോളജിക്കലി വെരി ക്ലോസ് ടു ഈച്ച് അതർ. സോ ദേ ക്ലോസ്ലി റിസംബിൾ ഈച്ച് അതർ. അതുകൊണ്ടാണ് നമുക്ക് അവരെ ഒരുപോലെ തോന്നുന്നത്. ഡിഫറൻസസ് ജനറ്റിക്കലി ഒരുപാട് ഡിഫറൻസസ് ഉണ്ടെങ്കിൽ ആ പ്ലാന്റിനെ നമുക്ക് കണ്ടാൽ ഒരുപോലെ തോന്നൂല. സോ ദേ ക്ലോസ്ലി റിസംബിൾ ഈച്ച് അതർ. സോ നമ്മളിപ്പോൾ എന്താ പറഞ്ഞേ? ഒരു സ്പീഷീസിൽ പെട്ട ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് ജനറ്റിക്കലി സിമിലർ ആയിരിക്കും, ജീനിയോളജിക്കലി വെരി ക്ലോസ് ടു ഈച്ച് അതർ ആയിരിക്കും, ആൻഡ് ദേ ക്ലോസ്ലി റിസംബിൾ ഈച്ച് അതർ. ജനറ്റിക്കലി സിമിലറും ജീനിയോളജിക്കലി ക്ലോസും ആയതുകൊണ്ട് തന്നെ ദേ റിസംബിൾ ഈച്ച് അതർ. നമുക്ക് കാണാൻ ഒരുപോലെ ഉണ്ടായിരിക്കും. ആൻഡ് ഡിഗ്രി ഓഫ് റിസംബ്ലൻസ് പ്രോഗ്രസീവ്ലി ഡിക്രീസസ് ഫ്രം ലോവർ ടു ഹയർ ടാക്സ. ആൻഡ് ഈ ഒരു ഡിഗ്രി ഓഫ് റിസംബ്ലൻസ് നമ്മളെ കാറ്റഗറിന്റെ താഴെ നിന്ന് മുകളിലേക്ക് പോകും തോറും എന്ത് ചെയ്യും? കുറഞ്ഞു വരും. അതായത് ഹിബിസ്കസ് റോസ സൈനൻസിസ് സ്പീഷീസിലെ ഇൻഡിവിജ്വൽസ് തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്ലാന്റിന്റെ ഹൈറ്റിലോ അല്ലെങ്കിൽ ലീഫിന്റെ സൈസിലോ അങ്ങനെ ചെറിയ ചെറിയ ഡിഫറൻസസ് മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. സോ സ്പീഷീസിൽ പെട്ട ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിന് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. ആൻഡ് അതിന്റെ തൊട്ട് മുകളിലുള്ള കാറ്റഗറി ആയിട്ടുള്ള ജീനസിനെ നമ്മൾ നോക്കാം. അപ്പോൾ ജീനസ് ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീനസ്,
ആ ജീനസിൽ പെട്ട ഒരു സ്പീഷീസ് ആയിട്ടുള്ള റോസാ സൈനൻസിസിലെ മെമ്പേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവ വളരെ ക്ലോസ് ആയിരിക്കുന്നു. ദെൻ ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിൽ പെട്ട വേറെ സ്പീഷീസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹിബിസ്കസ് ഹിസ്പിഡിസിമസ് ഉണ്ട്, ഹിബിസ്കസ് മ്യൂട്ടാബിലിസ് ഉണ്ട്. ഈ രണ്ട് സ്പീഷീസിനെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഹിബിസ്കസ് റോസാ സൈനൻസിസിലെ മെമ്പേഴ്സിന് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്, അവ സിമിലർ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ അത്രത്തോളം സിമിലാരിറ്റി ആര് തമ്മിൽ ഉണ്ടാവില്ല? ഹിബിസ്കസ് റോസാ സൈനൻസിസും ഹിബിസ്കസ് ഹിസ്പിഡിസിമസും തമ്മിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹിബിസ്കസ് റോസാ സൈനൻസിസും ഹിബിസ്കസ് മ്യൂട്ടാബിലിസും തമ്മിൽ ഉണ്ടാവില്ല. അതായത് ഒരു സ്പീഷീസിൽ പെട്ട മെമ്പേഴ്സ് തമ്മിൽ ഒരുപാട് സിമിലാരിറ്റി ഉണ്ടാവും. അത്രത്തോളം സിമിലാരിറ്റീസ് ഒരു ജീനസിൽ പെട്ട രണ്ട് ഡിഫറെന്റ് സ്പീഷീസിന് ഉണ്ടായിരിക്കൂല. അത്രത്തോളം സിമിലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് അത് രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് ആയത്. ഓക്കെ ആണോ? ദെൻ ഇനി ഇത് വരുന്നത് ഫാമിലി മാൽവേസിയിലാണ്. ഹിബിസ്കസ് ഫാമിലി മാൽവേസിയിൽ പെട്ട ഹിബിസ്കസ് എന്ന് പറഞ്ഞ ജീനസ്, അതുപോലെ സിഡ എന്ന് പറഞ്ഞിട്ടുള്ള ജീനസ്. സിഡ എന്ന് പറഞ്ഞത് കുറുന്തോട്ടിന്റെ ജീനസാ. ഈ ഹിബിസ്കസ് ആൻഡ് സിഡ ജീനസുകൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് അത് രണ്ട് ഡിഫറെന്റ് ജീനസ് ആയത്. സോ ഒരു ഫാമിലി പെട്ട രണ്ട് ഡിഫറെന്റ് ജീനസുകൾക്ക് കുറച്ചും കൂടി ഡിഫറൻസസ് കൂടുതലാ, സിമിലാരിറ്റി കുറവാ. അതാണ് നമ്മൾ പറഞ്ഞത് ഡിഗ്രി ഓഫ് റിസംബ്ലൻസ് പ്രോഗ്രസീവ്ലി ഡിക്രീസസ് ഫ്രം ലോവർ ടു ഹയർ ടാക്സ. ടാക്സ അല്ലെങ്കിൽ കാറ്റഗറി ലോവർന്ന് മുകളിലേക്ക് പോകും തോറും, അതായത് സ്പീഷീസ്, ജീനസ്, ഫാമിലി ഇങ്ങനെ മുകളിലേക്ക് പോകും തോറും അതിലെ മെമ്പേഴ്സ് തമ്മിലുള്ള സിമിലാരിറ്റി അല്ലെങ്കിൽ റിസംബ്ലൻസ് കുറഞ്ഞു വരും. ഓക്കെ, thus resemblance between different species of a genus will be lower than that between different members of a species. ഒരു സ്പീഷീസിലെ ഇൻഡിവിജ്വൽ ഓർഗാനിസംസ് തമ്മിലുള്ള അത്ര സിമിലാരിറ്റീസ് ഉണ്ടായിരിക്കൂല ഒരു ജീനസിലെ ഡിഫറെന്റ് സ്പീഷീസുകൾ തമ്മിൽ. Similarly, resemblance between different genera of a family will be lower than that between different species of a genus. ഒരു ജീനസിൽ പെട്ട ഡിഫറെന്റ് സ്പീഷീസുകൾ തമ്മിലുള്ള അത്ര സിമിലാരിറ്റി ഉണ്ടാവില്ല ഒരു ഫാമിലിയിൽ പെട്ട ഡിഫറെന്റ് ജീനസുകൾ തമ്മിൽ. ഓക്കെ, സ്പീഷീസ് ഈസ് ദ സ്മോളസ്റ്റ് ആൻഡ് ലോവസ്റ്റ് കാറ്റഗറി. നമ്മൾ കണ്ടു ഏറ്റവും ലോവസ്റ്റ് കാറ്റഗറിയാണ് സ്പീഷീസ്. ആൻഡ് നമ്മൾ മുകളിലേക്കുള്ള കാറ്റഗറി കൺസിഡർ ചെയ്യുമ്പോൾ സ്പീഷീസ് സ്മോളസ്റ്റ് കാറ്റഗറിയാണ്, അതിലെ മെമ്പേഴ്സിന്റെ നമ്പർ കുറവായിരിക്കും. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അതിലെ ജീനസിൽ പെട്ട ഡിഫറെന്റ് സ്പീഷീസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അതൊരു വലിയ ഗ്രൂപ്പായിട്ട് മാറും. പക്ഷെ ഒരു സ്പീഷീസ് ഹിബിസ്കസ് റോസാ സൈനൻസിസ് എന്ന് പറഞ്ഞ ഒരു സ്പീഷീസിലുള്ള ഇൻഡിവിജ്വൽ മെമ്പേഴ്സിന്റെ നമ്പർ എന്ന് പറഞ്ഞത് അതിന് മുകളിലുള്ള കാറ്റഗറി കൺസിഡർ ചെയ്യുന്ന സമയത്ത് കുറവായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ. Species is a group of genetically similar and potentially interbreeding individuals which share a common ancestry. Species in ഒരു definition പറയുകയാണെങ്കിൽ genetically similar ആയിട്ടുള്ള individuals ആണ് ഒരു speciesൽ include ചെയ്യുക. And they are capable of free interbreeding. അവർക്ക് തമ്മിൽ free interbreed ചെയ്യാൻ പറ്റും, എന്നിട്ട് fertile offspringsനെ produce ചെയ്യാനും പറ്റും. which share a common ancestry. ഒരു സ്പീഷീസിൽ പെട്ട ഓർഗാനിസത്തിന് മൊത്തമായിട്ട് ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടായിരിക്കണം. അതാണ് ഫൈലോജനറ്റിക് സിസ്റ്റം അനുസരിച്ചിട്ടുള്ള ഒരു സ്പീഷീസിന്റെ കൺസെപ്റ്റ്. സെവറൽ സിമിലർ സ്പീഷീസ് ഫോം എ ജീനസ്. ഒരുപാട് സിമിലാരിറ്റീസ് കാണിക്കുന്ന സ്പീഷീസുകൾ കൂടിയിട്ടാണ് ഒരു ജീനസ് ഫോം ചെയ്യുക. Every individual organism is a part of series of progressively higher categories and each lower category is included under higher category. അപ്പം ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം നമ്മൾ പറഞ്ഞിട്ടുള്ള ഹിബിസ്കസ് റോസാ സൈനൻസിസ് അത് ആ ഒരു ടാക്സോണമിക് ഹൈറാർക്കിയിലെ ഓരോ കാറ്റഗറിയിലെയും മെമ്പറാണ്. നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം അതിന്റെ പേര് ഹിബിസ്കസ് റോസാ സൈനൻസിസ് ആണെങ്കിൽ അതൊരു സ്പീഷീസാ. സോ അത് സ്പീഷീസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ ജീനസ് ഏതാ? ഹിബിസ്കസ്. സോ അതൊരു ജീനസ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഫാമിലി ഏതാ? മാൽവേസി. സോ അതൊരു ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന്റെ ഓർഡർ ഏതാ? മാൽവെയിൽസ്. സോ അത് മാൽവെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡറിലും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ദെൻ അതിന്റെ സീരീസ് ഏതാ? തലാമി ഫ്ലോറെ. സോ അത് തലാമി ഫ്ലോറെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസിലും ഇൻക്ലൂഡഡ് ആണ്. സോ
ഓരോ ഇൻഡിവിജ്വൽ ഓർഗാനിസും ഈ ടാക്സോണമിക് ഹൈറാർക്കിയിലെ ഓരോ കാറ്റഗറിയിലെയും മെമ്പറാണ്. അല്ലാതെ ഒരു കാറ്റഗറിക്ക് മാത്രം സ്വന്തമല്ല ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം. നെക്സ്റ്റ്, ഫീച്ചേഴ്സ് ഓഫ് എ ടാക്സോണമിക് ഹൈറാർക്കി. 3 ഫീച്ചേഴ്സ് ഉള്ളത്. ഫസ്റ്റ് വൺ, a plant may be a member of several taxonomic group but not a member of any specific taxonomic category. നമ്മൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു, ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം ഒരു സ്പീഷീസ് മാത്രമല്ല, ആ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിന്റെ സ്പീഷീസ് ആണ്, അല്ലെങ്കിൽ ആ സ്പീഷീസ് റോസ സൈനൻസിസ് ആണ്, അത് ഇൻക്ലൂഡ് ചെയ്യുന്ന ജീനസ് ഹിബിസ്കസ് ആണ്. ദെൻ അത് മാൽവേസി എന്ന് പറഞ്ഞ ഫാമിലിയിലെയും ഒരു മെമ്പർ ആണ്. അതുപോലെ മാൽവെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡറിലെ മെമ്പർ ആണ്. തലാമിഫ്ലോറയിലെ മെമ്പർ ആണ്. സോ അതിന് മുകളിലേക്കുള്ള ഓരോ കാറ്റഗറിന്റെയും മെമ്പർ ആണ് ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസം. എ പ്ലാന്റ് സ്പീഷീസ് ബിലോങ് ടു ഓൾ ടാക്സോണമിക് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ബിലോങ് ടു എനി പെർട്ടിക്കുലർ കാറ്റഗറി. സോ അത് ഒരു കാറ്റഗറിക്ക് മാത്രം സ്വന്തമല്ല. ഓരോ ഇൻഡിവിജ്വൽ ഓർഗാനിസും അല്ലെങ്കിൽ ഓരോ പ്ലാന്റും എല്ലാ ടാക്സോണമിക് കാറ്റഗറിയിലെയും മെമ്പർ ആണ്. Characters shared by members of a taxon of a lower category constitute the characters of a taxon of next higher category. അതായത് നമ്മൾ ഒരു പെർട്ടിക്കുലർ കാറ്റഗറിന്റെ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ, ഇപ്പൊ ജീനസ് ഹിബിസ്കസിന്റെ ക്യാരക്ടേഴ്സ് എന്താ? ഹിബിസ്കസ് റോസ സൈനൻസിസിന്റെയും ഹിബിസ്കസ് മ്യൂട്ടാബിലിസിന്റെയും ഹിബിസ്കസ് ഹിസ്പിഡിസിമസിന്റെയും ഒക്കെ ക്യാരക്ടേഴ്സ് നോക്കുന്ന സമയത്ത് ഇവക്ക് ഈ 3 സ്പീഷീസിനും കോമൺ ആയിട്ട് കാണുന്ന ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിന്റെ ക്യാരക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഒരു കാറ്റഗറി അതിന്റെ മെമ്പേഴ്സിൽ ഷെയർ ചെയ്യുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ മെമ്പേഴ്സിന് കോമൺ ആയിട്ട് കാണുന്ന ക്യാരക്ടർ, അതാണ് അതിന്റെ തൊട്ട് മുകളിലുള്ള കാറ്റഗറിന്റെ ക്യാരക്ടർ ആയിട്ട് വരുന്നത്. ഒരു പ്രാവശ്യം കൂടി പറയാം. ഹിബിസ്കസ് റോസ സൈനൻസിസ്, ഹിബിസ്കസ് മ്യൂട്ടാബിലിസ്, ഹിബിസ്കസ് ഹിസ്പിഡിസിമസ്, ഇത് ഓരോ സ്പീഷീസ് ആണ്. ഈ സ്പീഷീസിൽ കോമൺ ആയിട്ട് കാണുന്ന ക്യാരക്ടർ ആണ് ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ തൊട്ട് മുകളിലുള്ള കാറ്റഗറി ആയിട്ടുള്ള ജീനസ്. ഹിബിസ്കസ് എന്ന് പറഞ്ഞത് ഒരു ജീനസ് ആണ്. ആ ജീനസിന്റെ ക്യാരക്ടർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ characters shared by members of a taxon of lower category constitute the characters of a taxon of next higher category. സോ തൊട്ട് താഴെയുള്ള കാറ്റഗറിയിൽ കോമൺ ആയിട്ട് കാണുന്ന ക്യാരക്ടേഴ്സ് ആണ് തൊട്ട് മുകളിലുള്ള കാറ്റഗറിന്റെ ക്യാരക്ടർ ആയിട്ട് വരുന്നത്. Lower the rank of a taxon, fewer would be its members and higher would be the number of common characters. കാറ്റഗറി ലോവർ ആണെങ്കിൽ അതിലെ മെമ്പേഴ്സിന്റെ നമ്പർ കുറവായിരിക്കും, ബട്ട് അവർ ഷെയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ നമ്പർ കൂടുതലായിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പീഷീസ് ലോവർ കാറ്റഗറി ആണല്ലോ, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാറ്റഗറി അല്ലെങ്കിൽ ലോവസ്റ്റ് കാറ്റഗറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് സ്പീഷീസ് ആണ്. സോ ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്പീഷീസ് അതിൽ ഇൻഡിവിജ്വൽ ഓർഗാനിസം, അതായത് ഒരുപാട് ഹിബിസ്കസ് റോസ സൈനൻസിസ് പ്ലാന്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനൊക്കെ കോമൺ ആയിട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. സോ കോമൺ ക്യാരക്ടേഴ്സിന്റെ നമ്പർ കൂടുതലാണ്. പക്ഷേ ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിന്റെ നമ്പർ നമ്മൾ ഈ ഒരു ഭൂമിയിൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 1000, 1500 അല്ലെങ്കിൽ 1,00,000 പ്ലാന്റ്സ് ആണ് എന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ തൊട്ട് മുകളിലുള്ള ജീനസ്, ആ ജീനസിന്റെ ക്യാരക്ടർ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ജീനസ് ഹിബിസ്കസും അതുപോലെ ജീനസ് സിഡയും ഇവ തമ്മിൽ ഷെയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് നേരത്തെ നമ്മൾ ഇൻഡിവിജ്വൽസ് ഷെയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് പറഞ്ഞ അത്രയും സിമിലാരിറ്റീസ് ഉണ്ടാവില്ല. ഡിഫറൻസസ് ഉള്ളതുകൊണ്ടാണല്ലോ അത് 2 ഡിഫറെന്റ് ജീനസിൽ വന്നത്. സോ ഷെയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സിന്റെ നമ്പർ കുറവായിരിക്കും, പക്ഷെ നമ്പർ ഓഫ് ഓർഗാനിസം കൂടുതലായിരിക്കും. കാരണം ഹിബിസ്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിൽ പെടുന്ന മുഴുവൻ സ്പീഷീസും അതുപോലെ സിഡ എന്ന് പറഞ്ഞിട്ടുള്ള ജീനസിൽ വരുന്ന മുഴുവൻ സ്പീഷീസിലും അതിൽ ഇൻക്ലൂഡഡ് ആ. സോ ഹിബിസ്കസ് റോസ സൈനൻസിസ് 1 lakh ഉണ്ടെങ്കിൽ സിഡയും 1 lakh ഉണ്ടെങ്കിൽ 2 lakhs പ്ലാന്റ്സ് ഏതിൽ വരും? ഒരു ജീനസ് എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ വരും. അതാണ് പറഞ്ഞിട്ടുള്ളത്. ലോവർ ദ റാങ്ക് ഓഫ് എ ടാക്സോൺ, ടാക്സോണിന്റെ റാങ്ക് ലോവർ ആണെങ്കിൽ ഫ്യൂവർ വുഡ് ബി ഇറ്റ്സ് മെമ്പേഴ്സ്, അതിലെ മെമ്പേഴ്സിന്റെ നമ്പർ കുറവായിരിക്കും, പക്ഷേ ഹയർ വുഡ് ബി ദ നമ്പർ ഓഫ് കോമൺ ക്യാരക്ടർ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മേജർ കാറ്റഗറീസും മൈനർ കാറ്റഗറീസും ആണ്.
These 5 categories are considered as major categories. 7 basic categories. First 5 ആണ് major categories. ഏതൊക്കെയാ? Kingdom, phylum or division, class, order and family. So, highest category major categoryയിലും kingdom തന്നെയാണ്. Major categoryയിലെ lowest category family ആണ്. Each category may be divided into intermediate subordinate categories between itself and next lower rank. ഓരോ കാറ്റഗറിൻ്റെയും ഇടയിൽ നമുക്ക് ചിലപ്പോൾ intermediate subordinate categoriesനെ കാണാൻ പറ്റും. Between itself and next lower rank. അതായത് തൊട്ട് താഴെയുള്ള റാങ്കിന് മുന്നേ ആയിട്ട് നമുക്ക് ചില കാറ്റഗറീസിൽ സബോർഡിനേറ്റ് കാറ്റഗറീസിനെ കാണാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലാസിൻ്റെ ഇന്റർമീഡിയറ്റ് സബോർഡിനേറ്റ് കാറ്റഗറിയാണ് സബ് ക്ലാസ് എന്ന് പറഞ്ഞത്. ദെൻ ഡിവിഷന് നമുക്ക് ചിലപ്പോൾ സബോർഡിനേറ്റ് കാറ്റഗറി ആയിട്ട് സബ് ഡിവിഷൻസ് കാണാൻ പറ്റും. ദെൻ ഓർഡറിന് സബ് ഓർഡേഴ്സ്, അതേപോലെ ഫാമിലിക്ക് സബ് ഫാമിലി, ഇങ്ങനെ. സോ ഇങ്ങനെ ഓരോ കാറ്റഗറിൻ്റെയും ഇടയിൽ വരുന്ന ഇന്റർമീഡിയറ്റ് സബോർഡിനേറ്റ് കാറ്റഗറി ചില സമയത്ത് പ്രസന്റ് ആവാറുണ്ട്. ക്ലാസസ് യൂഷ്വലി എൻഡ്സ് ഇൻ EAE, orders ends in AILS, families ends in CEAE. ഇതാണ് ഒരു യൂഷ്വലി നമ്മൾ കാണുന്ന റൂള്. സെക്കൻഡ് വൺ is minor categories, and there are 2 minor categories, genus and species. ഫാമിലിക്ക് താഴെയുള്ള കാറ്റഗറീസ് ആണ് മൈനർ കാറ്റഗറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ജീനസിന് താഴെ നമുക്ക് ചിലപ്പോൾ സബോർഡിനേറ്റ് ഇന്റർമീഡിയറ്റ് കാറ്റഗറീസ് 5 ഡിഫറെൻറ്റ് ടൈപ്സിൽ കാണാറുണ്ട്. സബ് ജീനസ്, ദെൻ സെക്ഷൻ, സബ് സെക്ഷൻ, സീരീസ്, സബ് സീരീസ്. അതുപോലെ തന്നെ സ്പീഷീസിന് താഴെ കാണുന്ന ഇന്റർമീഡിയറ്റ് സബോർഡിനേറ്റ് കാറ്റഗറീസ് ആണ് സബ് സ്പീഷീസ്, വെറൈറ്റി, സബ് വെറൈറ്റി, ഫോം ആൻഡ് സബ് ഫോം. ആൻഡ് എനി കാറ്റഗറി ബിലോ ദ സ്പീഷീസ്. നമ്മളിപ്പോൾ സ്പീഷീസിന് താഴെ കണ്ടിട്ടുള്ള 5 ഇന്റർമീഡിയറ്റ് സബോർഡിനേറ്റ് കാറ്റഗറീസ് ഉണ്ടല്ലോ. ഏതൊക്കെയാ 5 ഇന്റർമീഡിയറ്റ് സബോർഡിനേറ്റ് കാറ്റഗറീസ്? സബ് സ്പീഷീസ്, വെറൈറ്റി, സബ് വെറൈറ്റി, ഫോം ആൻഡ് സബ് ഫോം. ഇതിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഇൻഫ്രാ സ്പെസിഫിക് കാറ്റഗറി. അതായത് സ്പീഷീസിന് താഴെ കാണുന്ന ഇന്റർമീഡിയറ്റ് സബോർഡിനേറ്റ് കാറ്റഗറിനെ ഇൻഫ്രാ സ്പെസിഫിക് കാറ്റഗറി എന്നാണ് പറയാം. എമംഗ് മൈനർ കാറ്റഗറി ഹയസ്റ്റ് വൺ ഈസ് ജീനസ്. ആൻഡ് ജീനസ് എന്ന് പറഞ്ഞത് ഫസ്റ്റ് പാർട്ട് ഓഫ് ബൈനോമിയൽ ആണ്. ഇപ്പൊ നമ്മൾ ഹിബിസ്കസ് റോസ സൈനൻസിസ് എന്ന് പറയുമ്പോൾ ഹിബിസ്കസ് എന്നുള്ളതാണ് ജീനസ് നെയിം. സോ ബൈനോമിയലിന്റെ ഫസ്റ്റ് വരുന്നതാണ് ജീനസ് നെയിം എന്ന് പറഞ്ഞത്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി ലാറ്റിൻ ഓർ ലാറ്റിനൈസ്ഡ് വേർഡ്. Thank you.